ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2 സൈനിങ്ങുകളാണ് ക്ലബ്ബ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അമേയ് റണവാഡ് അതുപോലെ തന്നെ അർഷ് അൻവർ ഷെയ്ഖ് എന്നിവർ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളായിക്കൊണ്ട് മാറിയിട്ടുണ്ട്. കൂടാതെ കോച്ചിങ് സ്റ്റാഫുമാരെയും കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ള കാര്യം അഭിക് ചാറ്റർജി പറഞ്ഞിരുന്നു. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകാറുള്ള ഒരു വ്യക്തിയാണ് അഷ് അലി. അദ്ദേഹം ചില അപ്ഡേറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. അത് വ്യക്തമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് അഡ്രിയാൻ ലൂണയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ ഇല്ലയോ എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ലഭിച്ച ചില സൂചനകൾ പ്രകാരം ഞാൻ വിശ്വസിക്കുന്നത് അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് തന്നെ തുടരും എന്നുള്ളതാണ്. ഇനി അടുത്ത അപ്ഡേറ്റ്, അടുത്ത സീസണിലേക്ക് ഒരു മികച്ച ടീമിനെ പടുത്തുയർത്താൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം. ക്ലബിന്റെ പ്ലാനുകൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഒരു മികച്ച ടീമിനെ ലഭിച്ചേക്കും. ഇനി മൂന്നാമത്തേത്, പഞ്ചാബ് FC-യിൽ നിന്നുള്ള ട്രാൻസ്ഫർ ഇപ്പോഴും ആക്റ്റീവായി കിടക്കുന്നുണ്ട്. ഇതാണ് മൂന്നാമത്തെ അപ്ഡേറ്റ്. ആ താരം ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പഞ്ചാബ് FC-യുടെ താരങ്ങളായ അഭിഷേക് സിംഗ്, നിഖിൽ പ്രഭു എന്നിവരിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ നിഹാൽ സുധീഷ് നേരത്തെ ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബിന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളത് വ്യക്തമല്ല. ഇനി നാലാമത്തെ അപ്ഡേറ്റ്, ഒരു ഗോൾ കീപ്പറെ കൂടി ഈ സമ്മറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് അർഷ് അൻവർ ഷെയ്ഖിനെ ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ മറ്റൊരു ഗോൾ കീപ്പറെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തേക്കും എന്നാണ് ഇദ്ദേഹം നൽകുന്ന അപ്ഡേറ്റ്. ഇനി അടുത്തതായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ദീപക് താങ്ക്രിക്ക് വേണ്ടി മികച്ച ഒരു ഓഫർ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദീപക് താങ്ക്രിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ അക്കാര്യത്തിൽ പ്രോഗ്രസ്സുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. മോഹൻ ബഗാൻ അദ്ദേഹത്തെ കൈവിടാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇത്രയും അപ്ഡേറ്റുകളാണ് അഷ് അലി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.